ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഖത്തറിലാണുള്ളത്. ഖത്തറിലെ ഫ്ലാഗ് പ്ലാസയുടെ മുമ്പിലാണുള്ളത്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഏതായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഏരിയ മൊത്തം എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മുടെ ഫ്ലാഗും ആ കൂട്ടത്തിലുണ്ട്. നമുക്കേതായാലും ആ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇത് ഖത്തറിലെ ഫ്ലാഗ് പ്ലാസയാണ്. ഇത് മ്യൂസിയത്തിൻ്റെ ഏകദേശം, അതായത് നാഷണൽ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് ഈ ഫ്ലാഗ് പ്ലാസ കാണുന്നത്. അതായത് നമ്മുടെ കോർണിഷ് തുടങ്ങുന്നത് തന്നെ മ്യൂസിയത്തിൻ്റെ ഒരു സൈഡിൽ നിന്നാണ്. മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് കോർണിഷ് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുന്ന ഒരു കോർണിഷാണ് ഖത്തറിലുള്ളത്. ഈ ഫ്ലാഗ് പ്ലാസ എന്ന് പറയുന്നത് തന്നെ രാജ്യങ്ങളുടെ, ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം അവിടുന്ന് നമുക്ക് വിശാലമായി കിടക്കുന്ന ഈ കോർണിഷ് മുഴുവൻ നമുക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തില്ല അങ്ങേറ്റം വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ കാറിൽ നമുക്ക് പോയാൽ മാത്രമേ ഇത് മൊത്തം കണ്ടു തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഏകദേശം വളരെ മനോഹരമായ നിവർന്നു നിൽക്കുന്ന വളരെയധികം ബിൽഡിങ്ങുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെല്ലാം ലൈറ്റ് കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഖത്തറിലെ ഏറ്റവും ആകർഷകമായി തോന്നുന്ന ഒന്ന് തന്നെയാണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം. നമ്മൾ ചിലപ്പോൾ മലേഷ്യ സിംഗപ്പൂരിലെല്ലാം കാണുന്നത് പോലുള്ള ബിൽഡിങ്ങുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ റമദാൻ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളെല്ലാം തുടങ്ങിയതുകൊണ്ട് വളരെയധികം ജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും കോർണിഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ അവിടെ ഇറങ്ങി അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുന്നതിനോ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം അത്രയധികം തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇതെല്ലാം വീഡിയോയിൽ എത്രമാത്രം നമുക്ക് മനസ്സിലാകുമെന്ന് കഴിയില്ല. കാരണം അവിടെ നേരിട്ട് പോയാൽ മാത്രമേ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരുന്ന ഒരു ബ്യൂട്ടിയല്ല ഇതിൻ്റെ. അവിടെയുള്ള ബിൽഡിങ്ങുകളുടെ വളരെ മനോഹരമായ ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ബോട്ടിങ് ഒന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അവിടെ ബോട്ടിങ് സർവീസ് ഉള്ളത്. അതുപോലെ തന്നെ ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ചുറ്റി കാണുവാനായിട്ട് കഴിയും. നമ്മൾ സാധാരണ സൗദി അറേബ്യയിലേക്കാണെങ്കിൽ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ഇത് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് അവിടെ ചുറ്റി ഇറങ്ങി നടന്ന് കാണുവാനായിട്ട് കഴിയും. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നത് തന്നെയാണ് അവിടുത്തെ ബോട്ടിങ്ങിൻ്റെ പ്രത്യേകത. കാരണം വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ ബോട്ടിങ്ങിലാണ് ഖത്തറിൽ വന്നപ്പോൾ ബോട്ടിൽ കയറി നമ്മളിപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിലെ ദൃശ്യങ്ങൾ നമുക്ക് ഏതെങ്കിലും കാണാം. അതുപോലെ തന്നെ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സന്ദർശകരെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെയധികം ലൈറ്റിങ്ങുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കാണുവാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത്
നമ്മളിപ്പോൾ പേൾ ഖത്തറിലാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് പേൾ ഖത്തറിലുള്ളത്. എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥലമാണ് പേൾ ഖത്തർ എന്ന് പറയുന്നത്. വളരെയധികം ആഡംബര സൗധങ്ങൾ, അതായത് ആഡംബര ഹോട്ടലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പേൾ ഖത്തർ എന്ന് പറയുന്നത്. ഒരു ഏരിയ മുഴുവനും താമസിക്കുന്നതിനുള്ള ഏരിയയാണ്. അതായത് ലക്ഷറി ഹോട്ടൽസ് അല്ലെങ്കിൽ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെ ഈ പേൾ ഖത്തർ എന്ന് പറയുന്നത്. അത് ഒരു ഏരിയ മുഴുവനും, സാധാരണ 1-2 ബിൽഡിംഗ് അല്ലെങ്കിൽ 4-5 ബിൽഡിങ്ങുകൾ, ഇത് ഒരു ഏരിയ മുഴുവനും നിരന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ പരപ്പാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം അപ്പാർട്ട്മെൻറ്റുകൾ, അതും ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളാണ്. അതിലെല്ലാം നിറയെ ആളുകൾ താമസിക്കുന്നു എന്നതും അവിടുത്തെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റമദാൻ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ വെടിക്കെട്ടും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കഴിയുമെങ്കിൽ ഷെയർ കൂടി ചെയ്താൽ മറ്റുള്ളവർ കൂടി കാണാൻ കഴിയും.
പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബായ്.